പൊന്നുരുളിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലം എന്നത് നമുക്ക് ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമാണല്ലോ. നല്ല നാട്ടുമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന പഴുത്ത മാങ്ങ പുളിശ്ശേരി അഥവാ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവർ നന്നേ കുറവായിരിക്കും. എരിവും പുളിയും ഉപ്പും മധുരവും കയ്പും എല്ലാം ചേർന്ന ഈ നാട്ടു മാമ്പഴ പുളിശ്ശേരി ഏവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലപോലെ പഴുത്ത് നല്ല മധുരമുള്ള 3 നാട്ടുമാങ്ങ ഇതേപോലെ തൊലി ഉരിച്ച് ഒരു കൽച്ചട്ടിയിലേക്ക് വെക്കുന്നു. മാങ്ങയുടെ പകുതി ഭാഗം വരെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിക്കുന്നു. ഇനി അതിലേക്ക് 2 പച്ചമുളക് നടുവേ ഒന്ന് കീറിയിടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നിളക്കി അടച്ചു വെച്ച് വേവിക്കുന്നു. ഏത് പഴുത്ത മാങ്ങ കൊണ്ടും ഇതുണ്ടാക്കാമെങ്കിലും നാട്ടുമാങ്ങയ്ക്കാണ് പ്രത്യേക ഒരു രുചിയുള്ളത്. കുറച്ചു സമയം അടുപ്പിൽ നന്നായി വെട്ടിത്തിളച്ച് ഇതേപോലെ മാങ്ങ നന്നായി വെന്തോ എന്ന് പരിശോധിക്കുക. മാങ്ങയിൽ ഉപ്പും എരിവും എല്ലാം നന്നായി പിടിക്കണം. പഴുത്ത മാങ്ങ നന്നായി വേവുന്ന സമയം നോക്കി തേങ്ങ കൊണ്ടുള്ള അരപ്പ് തയ്യാറാക്കാം. 2 ചെറിയ പിടി തേങ്ങ തിരുമ്മിയതും ജീരകവും നല്ല വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുക്കുന്നു. പഴുത്ത മാങ്ങ നല്ലപോലെ വെട്ടിത്തിളച്ച് ഉപ്പും എരിവും എല്ലാം അതിൽ നന്നായി പിടിച്ച് മാങ്ങ നല്ലപോലെ വെന്തു. നല്ല കൊഴുത്ത അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും കുറച്ച് സമയം കൂടി വേവിക്കുന്നു. ചാറിന് നല്ല കൊഴുപ്പുണ്ടായിരിക്കണം, എന്നാൽ ഒത്തിരി തിക്കായി പോവാനും പാടില്ല. അതായിരിക്കണം പാകം. അരപ്പും ചേർത്ത് നല്ലപോലെ വെട്ടിത്തിളച്ച് പതഞ്ഞു പൊങ്ങുന്ന ഈ പുളിശ്ശേരിയിലേക്ക് ഇനി ചേർക്കേണ്ടത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ തൈരാണ്. നല്ല കട്ടത്തൈര് ഒന്ന് ഉടച്ചെടുത്തതാണ് ചേർക്കുന്നത്. പുളിശ്ശേരി ആയതുകൊണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. തൈര് ചേർത്ത ശേഷം ഒട്ടും കൈയെടുക്കാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. തീ വളരെ കുറച്ച് വയ്ക്കുക. ഏത് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത് പോലെ തൈര് ചേർത്ത് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. ഇനി ചേർക്കാനുള്ളത് 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി കൂടെ ചേർക്കുമ്പോൾ കയ്പ്പ് രസവും ഇതിലേക്ക് വരും. 1 തണ്ട് കറിവേപ്പില കൂടി ഇതോടൊപ്പം ചേർത്ത് ഇളക്കി അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. എൻ്റെ വീട്ടിൽ സാധാരണ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉപയോഗിക്കുന്ന ഒരൊറ്റമൂലിയാണ് തൈരും ഉലുവയും ഉപ്പും. ഇതെല്ലാം ചേരുന്നത് കൊണ്ട് തന്നെ പുളിശ്ശേരി ഒരു മരുന്ന് പോലെ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടവുമാണ്. സാധാരണ വീട്ടിൽ രസം, സാമ്പാർ, പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കാറല്ല, കുടിക്കാറാണ് പതിവ്. അത്രമാത്രം എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇതേ രീതിയിൽ തന്നെയാണ് ഏത്തപ്പഴം പുളിശ്ശേരി, മത്തങ്ങ പുളിശ്ശേരി, ഓമയ്ക്ക പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളും ഇതേപോലെ നാട്ടുമാങ്ങ കൊണ്ടാണോ അതോ വേറെ ഏതെങ്കിലും മാങ്ങ കൊണ്ടാണോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എന്ന് കമൻസിൽ ഒന്ന് പറയൂ. ഇനി അവസാനം കടുക് വറുത്ത് ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വറുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് പഴുത്ത മാങ്ങ പുളിശ്ശേരി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടുപോകരുത്. മറ്റ് നല്ല വീഡിയോസുമായി ഉടനെ ഞാൻ വരും. ബൈ ബൈ.